മുസ്ലിം ലീഗത്ത് പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് പ്രധാനമായും വനിതകളുടെ പരാതി എന്നുള്ളത് ഞങ്ങളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഫാത്തിമയെ പോലുള്ള അത്തരത്തിൽ വലിയ തരത്തിലുള്ള മുഖത്തെ തന്നെ അവതരിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു നിയോഗം തന്നെയായിട്ട് കാണുന്നില്ലേ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ നിയോഗമാണ്. പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് കറണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടനകളെ പരിശോധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിനെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന ആക്ഷേപം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാണ്. ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയിൽ വരെ ഇപ്പോൾ 2 വനിതകൾ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേത് സംഘടനയിൽ അങ്ങനെ ഉണ്ട് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സജീവമായിട്ട് പിന്നെ പുതിയ കാലത്തെ എല്ലാ ടെമ്പോകളും എല്ലാ വൈബുകളെയും എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഞങ്ങളുടെ പാർട്ടി. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടത് മുഖമില്ലാത്ത സ്ത്രീകളെയായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുന്നത്. പക്ഷേ അവിടെയാണ് ഫാത്തിമ തെഹ്ലിയെ പോലുള്ള ഒരാൾ മുഖമുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാട് പറയുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ കോഴിക്കോട് തന്നെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും അത് കുറേ മുമ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പം അതൊക്കെ മാറിയില്ല. ക്രമേണ നമ്മൾ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് പുതിയ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ആവേശവും അതിനനുസരിച്ചിട്ടുള്ള നേതൃത്വവും ഞങ്ങൾക്കുണ്ട്. ആ രൂപത്തിൽ ഞങ്ങൾ പോകുന്നുണ്ട്. കാലം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങളും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ് ഞങ്ങളുടേത്.